ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിസാർ, ഇലക്ട്രോണിക്സ് ടെക്നോളജീസ് എന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബയോമെട്രിക് അറ്റൻഡൻസ് കൺട്രോൾ സിസ്റ്റമാണ്. നമ്മൾ ഈ ഓഫീസുകളിലൊക്കെ നേരത്തെ അല്ലെങ്കിൽ കുറച്ച് നാളുകളൊക്കെ മുമ്പ് അറ്റൻഡൻസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മസ്ട്രോൾ നമ്മൾ സാധാരണ ഓഫീസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. രാവിലെ വന്ന ആൾക്കാർ പേരെഴുതി ഒപ്പിടുക, ടൈമിംഗ് ഒക്കെ കാണിക്കുന്ന ഒരു സിസ്റ്റം മാനുവലി നമ്മൾ ചെയ്യേണ്ടിരുന്നതാണ്. ഇപ്പോൾ അതിന് പകരമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഓഫീസുകളിലെ ഈ ബയോമെട്രിക് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഇത് ശരിക്കും ESSLൻ്റെ തന്നെ ഒരു ബേസ് യൂണിറ്റാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് നമ്മുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നമ്മുടെ തമ്പ് വെച്ച് നമുക്ക് നമ്മുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ സാധാരണ ATM കാർഡൊക്കെ നമ്മൾ 4 ഡിജിറ്റ് സീക്രട്ട് കോഡൊക്കെ കൊടുത്താണല്ലോ നമുക്ക് പൈസ എടുക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇതിലും നമുക്ക് 4 ഡിജിറ്റ് കോഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിത് നമ്മുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, ESSLൻ്റെ തന്നെ K90 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഒരു 19 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം. പിന്നെ ESSL കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ പ്രോഡക്റ്റ് അത് നമ്മൾ സാധാരണ പ്രോഡക്റ്റുകൾ പോലെ തന്നെ ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കപ്പ്, അതേപോലെ തന്നെ ആഫ്റ്റർ സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഇൻ്റഗ്രേഷൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുമായി ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ബുദ്ധിമുട്ട് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, ബേസിക് ഫീച്ചേഴ്സോടെ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം. ഇതിൽ നമുക്ക് 800 പേരെ വരെ നമുക്ക് എംപ്ലോയീസിനെ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ 800 കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ തമ്പ് ഉപയോഗിച്ച് നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. അതുകൂടാതെ ന്യൂമറിക്കല്, പിന്നെ അതുകൂടാതെ നമുക്ക് മൂന്നാമത്തെ ഒരു രീതി കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. കാർഡ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ല. അത് അങ്ങനത്തെ നമുക്ക് ഒരു 800 കാർഡ് വരെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ 800 പേർക്ക് നമുക്ക് ഈ കാർഡ് വഴി നമ്മുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 80,000 ട്രാൻസാക്ഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിനൊരു ഇൻബിൽറ്റ് ബാറ്ററി ബാക്കപ്പ് കൂടെ വരുന്നുണ്ട്. കറണ്ട് പോയാലും നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു യൂണിക് ഫീച്ചർ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് അല്ലെങ്കിൽ ലോക്കൽ PC ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ അറ്റൻഡൻസിൻ്റെ ഡീറ്റെയിൽസ് വേൾഡിൽ നിന്ന് എവിടെ വേണമെങ്കിലും നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കമ്പനികൾക്ക് കുറേ അധികം ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ എല്ലാ ബ്രാഞ്ചുകളുടെയും എംപ്ലോയീസിൻ്റെ അറ്റൻഡൻസ് ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവർക്ക് എംപ്ലോയീസിന് സാലറി അത് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റെക്കഗ്നൈസേഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡാണ്. നമ്മൾ വിരൽ വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡിൻ്റെ അകത്ത് തന്നെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിന് പ്രധാനമായിട്ടും വന്നത് 2 LED ഇൻഡിക്കേറ്റേഴ്സാണ്, റെഡ് ആൻഡ് ഗ്രീൻ. സാധാരണ നമ്മൾ ഈ ബയോമെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഡൻസിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ആൾക്കാരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ സാധാരണ ഓഫീസുകളിലോട്ട് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലോട്ടൊക്കെ നമുക്ക് ഓഫീസിലോട്ട് അവിടുത്തെ സ്റ്റാഫല്ല, പുറത്തുനിന്ന് ആരെങ്കിലും ഗസ്റ്റോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഓഫീസ് സ്പേസിലോട്ടോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലോട്ടോ ഒന്നും കയറാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓഫീസിലോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലോ ഉള്ള ഡോറുണ്ടല്ലോ, മെയിൻ ഡോറോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലെ ലോബിയിലുള്ള ഡോറിലോ നമ്മൾ മാഗ്നറ്റിക് ലോക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ഡോറ് തുറന്നാൽ മാത്രമേ നമുക്ക് എൻട്രി അല്ലെങ്കിൽ അകത്ത് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഈ പ്രോഡക്റ്റിനോടൊപ്പം ഒരു ബേസിക് സോഫ്റ്റ്വെയർ കൂടെ വരുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്നത് ടൈം ട്രാക്ക് ലൈറ്റ് എന്നാണ്. ഇത് നമ്മൾ ഇൻസ്റ്റലേഷൻ ടൈമിലാണ് ചെയ്യുന്നത്. അതിന് അവരുടെ ESSL ടീമിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ ഒരു ബാക്കപ്പ് സപ്പോർട്ട് കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് നമ്മൾ ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ബാക്കപ്പ് സർവീസിനെയൊക്കെ ബാധിക്കുമെന്നുള്ളത്. പിന്നെ ഈ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് ഞാൻ പറയാം. ഹോട്ടൽ, അതേപോലെ തന്നെ സ്കൂള്, ഓഫീസ്, കോളേജ്, ജിം, ക്ലബ്ബ്, ഇവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജിമ്മിലൊക്കെ ആണെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ ടൈം കൊടുക്കാൻ പറ്റും. നമുക്ക് അവരെത്ര ടൈം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും അതേപോലെ ഇൻസ്റ്റലേഷനും വേണ്ടി താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്.
സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണുന്നതിന് വേണ്ടി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.